Hello. So let's go on to a next chapter which is about pericyclic reactions. അപ്പോൾ നമുക്ക് പലതരം കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ പെരിസൈക്ലിക് റിയാക്ഷൻസ് ഒരു പ്രത്യേക തരം ഉള്ളൊരു റിയാക്ഷൻസ് ആണ്. അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ എന്താണെന്നാണ് ആദ്യം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. സോ യു വിൽ കം ടു നോ വൈ വി say these reactions as pericyclic and how different they are. No, so I have listed the types here. Yeah, so the first point that you have to think about is mechanisms involve no distinguishable ionic or free radical intermediates. അതായത് ഇതിന് നമ്മൾ ഒരു ഓർഗാനിക് റിയാക്ഷന് മെക്കാനിസംസ് എഴുതുമല്ലോ, where we say that there is an attack by either the electrophile or the nucleophile. അങ്ങനെയൊക്കെ പറഞ്ഞ് you've been when in the introductory topics you would have seen that. Now these kind of reactions are such that ഒരു നമുക്ക് എടുത്ത് കാണാനുള്ള ഒരു അയോണിക് ഓർ ഫ്രീ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അനദർ തിങ് ഇസ് ദീസ് reactions are not affected by catalyst or solvent changes. Generally ഒരു കൈനറ്റിക്സ്, നമ്മളൊരു കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ചിലപ്പോൾ സ്ലോ ആയിരിക്കാം. അപ്പം നമ്മളൊന്ന് ചൂടാക്കുമ്പോൾ വേഗം സ്പീഡായിട്ട് ആ റിയാക്ഷൻ നടക്കും. ചിലത് പ്രഷർ കൂട്ടുമ്പോൾ വരും, ചിലത് നമ്മൾ കോൺസെൻട്രേഷൻ വരുമ്പോൾ ഒരു കാറ്റലിസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ കാണില്ല പലതരം റിയാക്ഷൻസ്. അതിൽ ഈ പെരിസൈക്ലിക് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരിക്കലും ഒരു കാറ്റലിസ്റ്റോ സോൾവെന്റ് ചേഞ്ചസിൽ അത് മാറില്ല. ദ റേറ്റ് ഇസ് നോട്ട് എഫക്റ്റഡ് ദർ. Okay, another thing is that ഇതിൽ ന്യൂക്ലിയോഫിലിക് ഓർ ഇലക്ട്രോഫിലിക് റിയേജൻസ് ഇല്ല. ഒരു എക്സ്റ്റേണൽ ഇത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് ന്യൂക്ലിയോഫിലിക്കും ഇലക്ട്രോഫിലിക് റിയേജൻസ് ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ജനറലി വാട്ട് വി സീ ഇസ് ദ റിയാക്ഷൻ ഇസ് ഇനീഷ്യേറ്റഡ് ബൈ ഹീറ്റ് ഓർ ലൈറ്റ്. ഓക്കെ, അതായത് ഒരു തെർമൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇത് പൊതുവെ കാണുന്നത്. പിന്നെ ഇവിടെ ഈ റിയാക്ഷൻ്റെ ഇതിൽ എപ്പോഴും രണ്ടോ അല്ലെങ്കിൽ രണ്ടിൻ്റെ കൂടുതൽ ബോൺഡ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഒന്നിച്ചത് ബ്രേക്കും ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ബോൺഡ്സ് ആർ ബ്രേക്കിംഗ് ആസ് വെൽ ആസ് ബോൺഡ്സ് ആർ ബീങ് മെയ്ഡ്. അതൊരു സിംഗിൾ കൺസേർട്ടഡ് സൈക്ലിക് ട്രാൻസിഷൻ ആണ്. ഈ സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവണോണ്ടാണ് ഇതിൻ്റെ പേര് പെരിസൈക്ലിക് എന്നുള്ള പേര് പറയണത് ഈ റിയാക്ഷൻസിന്. പിന്നെ ഇതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഹൗ ദേ ആർ ആക്ച്വലി ഒക്കറിങ്. ഓക്കെ, യു വിൽ സീ ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ആർ നോൺ ആസ് ദി ഓർബിറ്റൽ സിമെട്രിയുടെ കൺസർവേഷനിലുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ്. സോ ലെറ്റ് മീ ഗോ ടു ദ salient features of pericyclic reactions. So what are the salient features? So one main thing, okay, that you will see ഒരു എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എസെൻഷ്യൽ ഫീച്ചർ ഉള്ളത് എന്താ വെച്ചാൽ there will be overlapping. Okay, overlapping of participating bond orbitals in such a manner that they pass smoothly into the bond orbitals of the product. അതും എങ്ങനെ? ത്രൂ എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതായത് ഇതിൻ്റെ എന്താ സംഭവം വെച്ചാൽ ഒരു സൈമൾട്ടേനിയസ് ആണ്. ദിസ് ഇസ് ആക്ച്വലി ഐ ഡിഡ് നോട്ട് മെൻഷൻ ദാറ്റ് ദിസ് ഇസ് ഹാപ്പനിങ് simultaneous.
ഓക്കെ, അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് ദർ ഇസ് ആ ബോണ്ട് ഓർബിറ്റൽസ് നമ്മളിപ്പോൾ ബ്രേക്കിങ്ങും മേക്കിങ്ങും ആ പ്രോഡക്റ്റും, അതായത് വെൻ യു ഹാവ് സി എ പ്രോഡക്റ്റ് ഇസ് ഫോംഡ് ദർ വിൽ ബി ന്യൂ ബോണ്ട്സ്, റൈറ്റ്? സോ അതായത് ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പ് ആണല്ലോ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. സോ what you will see that simultaneously ആണ് ഈ ബോണ്ട് മേക്കിംഗ് ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ്. ഇതാണ് ഈ ഒരു സ്റ്റെപ്പ്. ആൻഡ് അത് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നമ്മളത് കാണും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഫീച്ചർ ഇസ് ബീങ് മെൻഷൻഡ് അബൌട്ട് ദ. പിന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് is of low energy. Okay, the transition state ശരിക്കും low energy ആണ്. And you will see that it is favored എപ്പോൾ, as long as, okay, അതാണ് ആ കൺസർവേഷൻ ഓഫ് ഓർബിറ്റൽ സിമെട്രിയുടെ ആ പ്രിൻസിപ്പിൾസിൻ്റെ കാര്യം പറയുന്നത്. That is, transition state is of lower energy and the reaction is favored as long as the symmetry, okay, of reactant orbitals is conserved. Either it is conserved or you can say retained when it goes to product orbitals. Okay, as it goes to the product orbitals, it is conserved. And then the third feature that you see is that symmetry of reactant and product orbitals is not the same. Okay, very important point. Okay, that is, symmetry of the reactant and product is not the same. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? The reaction is not favored. Okay, is not favored. അതായത് this is what we mean by this conservation of orbital symmetry. അതായത് നമ്മുടെ പ്രോഡക്റ്റും റിയാക്റ്റൻറ്റിൻ്റെയും ഒരേപോലെ ആയിരിക്കണം സിമെട്രി. Oh, I should have written if. Okay, so അതാ ആവാത്ത, ഇങ്ങനെ അല്ലാതെ ഇരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫേവേർഡ്. അതായത് ഇത് നടക്കണില്ല. ഫേവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനോട് താല്പര്യം കാണിക്കുക. ഓക്കെ, സോ ഇൻ ജനറൽ ദ റീറ്റെൻഷൻ ഓഫ് ബോണ്ടിങ് ക്യാരക്ടർ വിൽ ടേക്ക് പ്ലേസ്. അതായത് നമ്മുടെ ആ ബോണ്ടിങ് ക്യാരക്ടർ, ബോണ്ടിങ് സംഭവിക്കുന്നത് only if orbital symmetry is conserved. അപ്പോൾ ഓർബിറ്റൽ സിമെട്രി കൺസേർവ് ചെയ്യുമ്പോൾ, സോ ദാറ്റ് ഈസ് വെയർ യു കം ടു ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ഓർബിറ്റൽ symmetry conserved. Okay, if your orbital symmetry is conserved, we say it is symmetry allowed. Okay, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഇത് പറയുന്നത് or energetically favored. അതായത് എനർജറ്റിക്കലി, അത് എപ്പോഴും നമ്മൾ പറയില്ലേ ഒരു റിയാക്ഷൻ നടക്കുന്നത് ലോവർ എനർജിയിലേക്ക് പോകാനാണ്. നൗ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് റീറ്റെയിൻഡ്, അതായത് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് കൺസേർവ്ഡ്, ഓക്കെ, മാറണു. ഇതിന് നമ്മൾ പറയണത് സിമെട്രി ഫോർബിഡൻ or energetically disfavored. Okay, so thus നമുക്കപ്പോൾ പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്താണെന്ന് മനസ്സിലായി. ആൻഡ് യു ലുക്ക്ഡ് ഇൻ ടു ദിസ് വാട്ട് ആർ ദ
So pericyclic reactions, okay, I have 3 main classes, and that's what you're going to learn. Each class you will learn. One is the electrocyclic reactions. Electrocyclic reactions. The next is cycloadditions. And I have sigmatropic rearrangements. Fine. So in my next lecture I will go into electrocyclic. So it's just small topic, you will finish it soon. So with that I'll stop here. Thank you.